നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. US-ലേക്ക് കൈമാറുന്നതിനെതിരായ കേസിൽ ജൂലിയൻ അസാഞ്ച് ഹൈക്കോടതി വിജയം നേടി. ലണ്ടനിലെ ഹൈക്കോടതി ജഡ്ജിമാർ അപ്പീൽ നൽകുന്നതിന് അനുമതി നൽകിയതിനെ തുടർന്ന് UK-യിൽ നിന്ന് കൈമാറുന്നതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ജൂലിയൻ അസാഞ്ച് വിജയിച്ചു. ആയിരക്കണക്കിന് രഹസ്യപരവും നയതന്ത്രപരവുമായ രേഖകളുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചാരവൃത്തി ആരോപിച്ച് US-ൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അസാഞ്ചിന് തന്റെ കേസ് മറ്റൊരു അപ്പീൽ ഹിയറിംഗിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം മാർച്ചിലേക്ക് മാറ്റിവെച്ചു. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ രഹസ്യരേഖകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ 17 ചാരവൃത്തി കുറ്റങ്ങളും കമ്പ്യൂട്ടർ ദുരുപയോഗം സംബന്ധിച്ച കുറ്റവും അസാഞ്ചിനെതിരെ ചുമത്തിയിരുന്നു. വേനൽക്കാല പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഡെപ്യൂട്ടി. സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനമനുസരിച്ച് ജൂൺ-ഓഗസ്റ്റ് മാസങ്ങളിൽ നിരക്ക് കുറയ്ക്കൽ സജീവമായി പരിഗണിക്കുമെന്ന് ഈ മാസം ആദ്യം ബാങ്ക് സൂചിപ്പിച്ചിരുന്നു. പലിശ നിരക്കുകൾ തീരുമാനിക്കുന്ന ബാങ്കിന്റെ 9-അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ബെൻ ബ്രോഡ്ബെന്റിന് ഒരു വോട്ടുണ്ട്. ജൂലൈ ബാങ്ക് വിടുന്നതിന് മുമ്പുള്ള മിസ്റ്റർ ബ്രോഡ്ബെന്റിന്റെ അവസാന മീറ്റിംഗാണ് അടുത്ത മാസത്തെ മീറ്റിംഗ്. ഏറ്റവും പുതിയ പണപ്പെരുപ്പം കണക്കുകൾ കാണിക്കുന്നത് മാർച്ച് വരെയുള്ള വർഷത്തിൽ വിലകൾ 3.2% വർദ്ധിച്ചുവെന്നാണ്. 2024-ൽ ബാങ്കിന് നിരവധി തവണ നിരക്കുകൾ കുറയ്ക്കാൻ കഴിയുമെന്ന് സാമ്പത്തിക വിപണികൾ പ്രവചിച്ചതിനാൽ വർഷത്തിന്റെ തുടക്കത്തിൽ ഫിക്സഡ് മോർഗേജ് നിരക്കുകൾ കുത്തനെ ഇടിഞ്ഞു. എന്നാൽ അതിനുശേഷം പണപ്പെരുപ്പം പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ കുറയാത്തതിനാൽ നിരക്കുകൾ വർദ്ധിക്കുകയും അസ്ഥിരത തുടരുകയും ചെയ്യുന്നു. ജൂലൈയിൽ ഊർജ്ജ ബില്ലുകൾ 7% കുറയുമെന്ന് പ്രവചനം. കൺസൾട്ടൻസി കോൺവാൾ ഇൻസൈറ്റിന്റെ അഭിപ്രായത്തിൽ ഗാർഹിക ഊർജ്ജ ബില്ലുകൾ ജൂലൈയിൽ 7% കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നു. സാധാരണ അളവിൽ ഗ്യാസും വൈദ്യുതിയും ഉപയോഗിക്കുന്ന ഒരു വീടിന്റെ ബില്ല് പ്രതിവർഷം £1,690 നിന്ന് £1,574 കുറയും. എനർജി റെഗുലേറ്റർ ജൂലൈ 24 മുതൽ ത്രൈമാസ വിലപരിധിയുടെ നിലവാരം പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ 29 ദശലക്ഷം കുടുംബങ്ങളെയാണ് ഊർജ്ജ ബിൽ ബാധിക്കുന്നത്. ഊർജ്ജ ബില്ലുകളിലെ ഇടിവ് പണപ്പെരുപ്പ നിരക്കിലേക്ക് നയിക്കും. കൂടാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പലിശ നിരക്ക് കുറയ്ക്കാൻ കൂടുതൽ പ്രചോദനം ഇത് നൽകിയേക്കാം. ബ്രെക്സിറ്റിന് ശേഷമുള്ള വ്യാപാര അതിർത്തി നിയന്ത്രണങ്ങൾക്ക് UK-ക്ക് $6 ബില്യൺ ചെലവാകും. യൂറോപ്യൻ യൂണിയന്റെ കസ്റ്റംസ് മാർക്കറ്റിൽ നിന്ന് പുറത്തായതിനു ശേഷം ഇറക്കുമതിക്കായി പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനായി UK കുറഞ്ഞത് $6 ബില്യൺ ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ പബ്ലിക് സ്പെല്ലിംഗ് വാച്ച് ഡോഗിന്റെ റിപ്പോർട്ട് പ്രകാരമാണിത്. BTOM-ന്റെ ആദ്യഘട്ടം ജനുവരി 31 മുതൽ പ്രാബല്യത്തിൽ വന്നു. തുറമുഖങ്ങളിലെ ശാരീരിക പരിശോധനകൾ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം ഏപ്രിൽ 31 മുതൽ പ്രാബല്യത്തിൽ വന്നു. സുരക്ഷയും സുരക്ഷാ പ്രഖ്യാപനങ്ങളും ആവശ്യമായ മൂന്നാം ഘട്ടം ഒക്ടോബർ 31 നടപ്പിലാക്കും. 2020-ൽ പ്രസിദ്ധീകരിച്ച ഗവൺമെന്റിന്റെ 2025 UK ബോർഡർ സ്ട്രാറ്റജിയെയും വാച്ച് ഡോഗ് വിമർശിച്ചു. ബ്രിട്ടനിലെ ട്രെയിൻ ട്രാക്ക് ഗൂഢാലോചനയിൽ ഇന്ത്യൻ വംശജനായ ക്രാഫ്റ്റ് മെറ്റൽ ഡീലർ ജയിലിൽ. ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ നെറ്റ്വർക്ക് റെയിൽ ലൊക്കേഷനുകളിൽ നിന്ന് ട്രെയിൻ ട്രാക്ക് മോഷ്ടിച്ച സംഘത്തിൽ ഉൾപ്പെട്ട JSJ മെറ്റൽ റീസൈക്ലിംഗ് ലിമിറ്റഡിന്റെ ഇന്ത്യൻ വംശജനായ ഡയറക്ടർ ജസ്പ്രീത് ഒബ്രോയിയെ 30 മാസം തടവിന് ഷെഫീൽഡ് ക്രൗൺ കോടതി ശിക്ഷിച്ചു. റെയിൽവേ കരാറുകളുടെ സഹായത്തോടെ സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ ഉപയോഗിച്ചതായും കോടതി കണ്ടെത്തി. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട സംഘാംഗങ്ങൾക്ക് 12 മുതൽ 30 മാസം വരെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ അനധികൃത സമ്പാദ്യം തിരിച്ചുപിടിക്കാൻ ഡിവിഷന്റെ CPS പ്രൊസീഡ്സ് നടപടികൾ ആരംഭിച്ചു. D-Day ലാൻഡിംഗിന്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടനിലെ റോയൽ മിന്റ് നാണയം പുറത്തിറക്കി. നാസി ജർമ്മനിയുടെ സേനയെ തുരത്താൻ 1,50,000 സഖ്യകക്ഷി സൈനികർ ഫ്രാൻസ് ആക്രമിച്ചപ്പോൾ 1944-ൽ ലാൻഡിംഗിന്റെ 80-ാം വാർഷികം അടയാളപ്പെടുത്തുന്ന ഒരു നാണയം ബ്രിട്ടനിലെ റോയൽ മിന്റ് പുറത്തിറക്കി. നാണയത്തിന്റെ മറുവശത്ത് ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെ ഛായാചിത്രമാണ്. നാണയത്തിന്റെ അനാച്ഛാദനത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് സാൻഡ് ആർട്ടിസ്റ്റ് ജഹാൻ ബെഞ്ചമിൻ തരൈൻ വടക്കൻ ഫ്രാൻസിലെ ഗോൾഡ് ബീച്ചിൽ പുതിയ നാണയത്തിന്റെ 35 മീറ്റർ ഡയമീറ്ററുള്ള നാണയം ഫെലോ സാൻഡ് ആർട്ടിസ്റ്റ് സാം ഡൗഗഡോസുമായി ചേർന്ന് 5 മണിക്കൂർ 30 മിനിറ്റ് എടുത്ത് സാൻഡ് ആർട്ട് നിർമ്മിച്ചു. കിങ്സ്റ്റണിലെ ഹിറ്റ് റൺ സ്മാഷിൽ യുവതിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ബസ് ഡ്രൈവർ അറസ്റ്റിൽ. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കിങ്സ്റ്റണിലെ ഈഡൻ സ്ട്രീറ്റിൽ ഹിറ്റ് റൺ സ്മാഷിലാണ് യുവതിക്ക് പരിക്കേറ്റത്. അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതിനും അപകട സ്ഥലത്ത് നിർത്താതെ പോയതിനും ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ 20-കാരിയായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഡ്രൈവർക്ക് ജാമ്യം ലഭിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.